ഹായ് ക്യൂട്ടീസ്. ഹായ് ഹലോ. എന്തുണ്ട്? കുറേ നാൾക്ക് ശേഷം വീണ്ടും നമ്മളൊരു ലോങ് വീഡിയോ ചെയ്യാണ്. ഇത് ഞങ്ങളുടെ വീട്ടിലെ പുതിയതായിട്ട് വന്ന അതിഥിയാണ്. മണി പ്ലാന്റ് ആണ്, പക്ഷേ ഇൻഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ അതിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ച് കൊടുക്കണം. കാരണം ഇത് ഭയങ്കര ചൂടായതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് വാടുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം വെള്ളമൊക്കെ നനച്ച് അവനെ കുട്ടപ്പനാക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ബ്രസ്റ്റോടെ ഈ ബുക്കിനകത്താണ് വരയ്ക്കുന്നത്. ഇത് നല്ലൊരു ബുക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാമേ, ഇതിൻ്റെ ബുക്കിൻ്റെ സവിശേഷത. അപ്പോൾ ഇതിനകത്ത് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ലോങ് വീഡിയോയിൽ നമുക്ക് ആർക്കും വരയ്ക്കാൻ പറ്റിയ, വരയ്ക്കാൻ അറിയത്തില്ല, എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നവർക്കും ചെയ്യാൻ പറ്റിയ ഈസി പാറ്റേൺസ് ആണ്. ഇതൊരു പേജ് ഫില്ലിംഗ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് കവറായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ടൈമിൽ നമ്മുടെ മനസ്സ് റിലാക്സ് ആകാൻ പറ്റുന്ന പാറ്റേൺ ആയിട്ടൊക്കെ കാണും. പിൻട്രസ്റ്റ് ഇഷ്ടംപോലെ ഇതുപോലത്തെ ഒക്കെ പാറ്റേൺ. ഇതൊരു ഡൂഡിൽ ആർട്ടെന്നോ ലൈൻ ആർട്ടെന്നോ എന്ത് വേണമെങ്കിലുമൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കളർ വെച്ച് ഞാൻ ചെയ്ത പോലെ നിങ്ങൾക്ക് ചെയ്ത് വരയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്കൊരു ബ്ലാക്ക് പെന്നാണ്. ഇതാണ് ബ്ലാക്ക് പെന്നും ബ്ലാക്ക് ബ്രഷ് പെന്നും ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ ആൾ. എൻ്റെ കയ്യിൽ ബ്ലാക്ക് നല്ല പേനയില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ജെൽ പെൻ വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പിന്നെ വന്നായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ കണ്ട പാറ്റേൺ അതിനകത്ത് ഈസി ആയിട്ട് എനിക്ക് തോന്നിയത് കുറച്ചെണ്ണം മാത്രം വരയ്ക്കുന്നത്. കുറേ നല്ല രസമാണ്. എനിക്കെല്ലാം വരയ്ക്കണമെന്നുണ്ട്, പക്ഷേ നമുക്ക് സമയം പോകത്തില്ലോ. ഇതെന്നാണെന്നറിയോ? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കലാകാരനുണ്ട്, അല്ലെങ്കിൽ കലാകാരിയുണ്ട്. ആ കലാകാരനും കലാകാരിക്കും പാട്ട് പാടാനും അറിയാം, വരയ്ക്കാനും അറിയാം, എല്ലാം അറിയാം. പക്ഷെ നമ്മുടെ ഒരു എനിക്കറിയത്തില്ല എന്നുള്ളൊരു ഇൻട്രോവേർട്ട് മൈൻഡ് കാരണം പുറത്ത് വരുന്നല്ലോ. നമ്മൾ ബാത്റൂമിൽ കയറി പാട്ട് പാടാറില്ലേ, അല്ലെ വീട്ടിൽ നിന്ന് ചെറിയ മൂളപ്പാട്ട് പാടാറില്ലേ, ചില പാട്ടുകളൊക്കെ കാണുമ്പോൾ ഡാൻസ് ചെയ്യാൻ തോന്നാറില്ല, ചെറിയ കാലുകൊണ്ടെങ്കിലും ഒരു സ്റ്റെപ്പ് വെക്കാറില്ലേ. അതുപോലെ തന്നെയാണ് ഈ പടം വര എന്ന് പറയുന്നത്. നമുക്കറിയത്തില്ലെന്ന് വലിയ പോർട്രേറ്റ് ഒക്കെ വരയ്ക്കണം എന്ന് ആഗ്രഹമൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ പാറ്റേൺസ് ഒക്കെ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറച്ച് പാറ്റേൺസ് ഇത് കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്യാൻ പറ്റും. അവർക്കൊരു ഈ ഫോണിൽ നിന്നൊക്കെ ഒരു ഡൈവേർഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരപ്പിക്കുന്നതല്ല. അപ്പം ബ്രഷ് പെൻ എൻ്റെ പഴയ ബ്രഷ് പെന്നിൻ്റെ സെറ്റാട്ടോ. അത് ഒത്തിരി തീരാറൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്ക് അത് വെച്ച് വരച്ചൊക്കെ നോക്കിയപ്പം പലതും പ്രവർത്തിക്കുന്നില്ല, എന്നാലും വരച്ചിടും. അപ്പോൾ അതേ നമ്മൾ ലൈനൊക്കെ വരച്ചു. നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? രണ്ടാമത്തെ പാറ്റേണും ഇതുപോലെ തന്നെയുള്ളൊരു പാറ്റേണാണ്. അതിന് വേണ്ടി ഞാൻ ആദ്യമേ പടം വരച്ച് വെച്ചിരുന്നു. ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചു. ഞാൻ അതിന് മുകളിൽ ബ്ലാക്ക് പെന്ന് കൊണ്ട് വരയ്ക്കാം. നിങ്ങളുടെ നല്ല ബ്ലാക്ക് പെന്നൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വരയ്ക്കാൻ പറ്റും. എൻ്റേതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ക് ലീക്കാകുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ എൻ്റെ വേറെ പെന്നില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഇതിനാകപ്പാടെ ഒരു ബ്രഷ് പെന്നിൻ്റെ കുറച്ച് കളറും ഒരു ബ്ലാക്ക് പെന്നൊക്കെ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ കളറൊക്കെ ഞാനിപ്പോൾ ആൽക്കഹോൾ മാർക്കർ വെച്ചാണ് ചെയ്യുന്നത്. ഈ ബുക്കിനകത്ത് ബ്രഷ് പെന്നും ആൽക്കഹോൾ മാർക്കറും എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. വലിയ ബ്ലീഡിംഗ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല, അതായത് ലീക്കൊന്നും ആകുന്നില്ലായിരുന്നു, പടരുന്നില്ലായിരുന്നു. അപ്പം പിന്നെ നമ്മൾ കളറൊക്കെ വരച്ച ശേഷം പിന്നെ നമ്മുടെ പരിപാടി ലൈൻ ഇടലാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു ലൈൻ ഇടും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിന് പെർഫെക്ഷൻ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇത് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ ചെയ്യുന്ന പരിപാടിയല്ലേ. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത ശേഷം നമുക്ക് റിലാക്സ് ആണ്, ഒരു മീൻ ടൈം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഇങ്ങനെ കുറേ ലൈൻ ഇവിടെയാണ് എനിക്ക് പ്രശ്നം പെട്ടത്. ചിലപ്പോൾ ഇച്ചിരി ബ്ലീഡ് ആകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഒരു പാറ്റേൺ? ഇഷ്ടമായെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ നോക്കണേ. അടുത്ത പാറ്റേൺ കണ്ടാലോ? വേണ്ടേ? അടുത്ത പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇല കണ്ടിട്ടില്ലേ, ഇലയുടെ പകുതി ഭാഗങ്ങളൊക്കെ ഇല്ലേ. അപ്പം ഈ ബുക്കിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ മൂന്നോ കോർണറിനകത്തും ഒക്കെ നമ്മൾ ഒരു ലീഫിൻ്റെ പകുതി വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ ലീഫിൻ്റെ ശരിയായില്ലായിരുന്നു കേട്ടോ. ഞാൻ വരയ്ക്കാം. ഞാൻ പെൻസിൽ കൊണ്ട് വരച്ചില്ല, ഇപ്രാവശ്യം പേന കൊണ്ട് തന്നെ വരച്ചത്. കാരണം ഇതിന് നമുക്കിഷ്ടമുള്ള രീതി അങ്ങ് വരച്ചാൽ പോലെ. അപ്പം ഈ ഇലയുടെ പകുതി ഭാഗം വരയ്ക്കുക. പിന്നെ നമ്മൾ ഈ ഇഷ്ടികയുടെ പാറ്റേൺ കണ്ടിട്ടില്ലേ, നമ്മൾ ഇഷ്ടിക വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള അതുപോലെ നമ്മൾ ഇഷ്ടിക ഉണ്ടാക്കാൻ പോകും കേട്ടോ. ഭിത്തി ഉണ്ടാക്കാൻ പോകും, കുറച്ച് ബോൾ മാതിരി. അതുപോലെ ഇങ്ങനെ നടുക്കിങ്ങനെ ഓരോ ലൈൻ ഇട്ടാൽ മതി, ഈസി ആയിട്ട് ഇഷ്ടികയുടെ പാറ്റേൺ വരും. പിന്നെ അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് ബ്ലാക്ക് കൊണ്ട് കറുപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. അത്രേ ഉള്ളൂ ഈ മെയിനിൽ. പിന്നെ നടുക്കത്തെ ലീഫ്, അതിന് കർവായിട്ടുള്ള ലീഫിൻ്റെ പാറ്റേൺ വരയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കണ്ടു നോക്ക്, ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഷ്ടികയ്ക്ക് കളർ അടിക്കുക ചെയ്യുന്നത്. ഇങ്ങനത്തെ എന്തെങ്കിലും ബ്രൗൺ കളറോ ഏതെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ അടിക്കുക. ഇതിന് പകരം ഗ്രേ അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ, നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന കളർ അടിക്കുക. പിന്നെ ലീഫിന് പച്ച കളറും കൂടെ അടിച്ചാൽ
അത് കഴിഞ്ഞുള്ളത് നമ്മുടെ മെയിൻ പരിപാടി എന്നത് നമ്മുടെ ഇഷ്ടികയ്ക്ക് ഒരു ഇഷ്ടികയുടെ ഒരു രൂപം വരുത്തണ്ടേ. അതിന് വേണ്ടി നമ്മുടെ അതിൻ്റെ കോർണേഴ്സൊക്കെ ഒന്ന് മിനുക്കി കൊടുക്കുക ചെയ്തു. ഒന്ന് ഡാർക്ക് ഷെയ്ഡാക്കി കൊടുക്കുക. ഒരു എടുപ്പ് വരാൻ വേണ്ടി, ഒരു 3D ടൈപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടി. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. നിങ്ങളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ലൈക്കൊന്നും ചെയ്യാത്ത പോലെ എനിക്ക് വിഷമമുണ്ട്. ഒത്തിരി എൻ്റെ നല്ല കൊച്ചുകുട്ടികളൊക്കെ എവിടെ പോയോ എന്നറിയത്തില്ല. അപ്പം നിങ്ങളൊക്കെ ഒന്ന് കണ്ട് നമ്മൾ ഈ കാണുന്ന വീഡിയോസൊക്കെ ചിലപ്പോൾ രാത്രിയിലും ഇപ്പം തന്നെ ഇവിടെ ഫാനൊക്കെ നിർത്തി വിയർത്ത് കുളിച്ചിരുന്നാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഫാൻ വെച്ച ഫാനിൻ്റെ സൗണ്ട് കേൾക്കത്തില്ലേ. അപ്പം നമ്മുടെ പാറ്റേൺ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സിമ്പിൾ അല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്ത പാറ്റേൺ കണ്ടാലോ? അടുത്ത പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ കോർണറിനകത്ത് നമ്മൾ കുറച്ച് ഈ റെഡ് കളറിൽ ഇങ്ങനെ കുറച്ച് റെഡിന് പകരം വേറെ ഓറഞ്ചും യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ കുറച്ച് ഈ തിരമാലകൾ പോലെ അല്ലെങ്കിൽ അമീബയുടെ ഷേപ്പ് പോലെ കുറച്ച് വരച്ചു കൊടുത്ത് ആ റെഡിനെ അങ്ങ് ഷെയ്ഡ് ചെയ്ത് അത്രയും ഭാഗം മാത്രമേ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ നടുക്ക് നമ്മൾ നിങ്ങൾക്ക് ബ്ലാക്ക് കളർ കൊണ്ട് ലീഫ് വരയ്ക്കാം, അല്ലെങ്കിൽ ഗ്രീൻ കളർ കൊണ്ടും വരയ്ക്കാം കേട്ടോ. നല്ലതാണ്. എനിക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടു. റെഡും ബ്ലാക്കും ഒരു നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ വരച്ചോളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീനും റെഡും ഒക്കെ വരയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റെഡ് കൊണ്ട് ചുറ്റും കളർ അടിച്ചിട്ടുണ്ട്. ഈ നടുക്ക് നമ്മൾ കുറേ ബ്രാഞ്ചസ് പോലെ ഈ വള്ളി ഇത് പറയുന്നത് ഇങ്ങനെ നമ്മുടെ മരത്തിലൊക്കെ കയറുന്ന ലതകളില്ലേ, ലതകൾ എന്ന് പറയുന്നത് ഈ വള്ളി പോലെ ഇങ്ങനെ നമ്മുടെ ഈ മണി പ്ലാന്റിൻ്റെ ടൈപ്പ് പോലത്തെ ഇങ്ങനെ കയറി കയറി പോകുന്ന അതുപോലത്തെ ഒരു ലൈന് കുറേ ബ്രാഞ്ചസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വി ഷേപ്പ് വരച്ചു കൊടുക്കുക ചുറ്റിനും. എന്താ വെച്ചാൽ ആ പേജ് ഫുൾ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതാണ് മെയിൻ പരിപാടി. പിന്നെ കുഞ്ഞു കുഞ്ഞു ലീഫ് വരെ വരയ്ക്കുക. ഈ ലീഫിന് വേണമെങ്കിൽ പച്ച കളർ അടിക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് കളർ അടിച്ചെന്നേ ഉള്ളൂ. എൻ്റെ ബ്രഷ് പെണ്ണാണ് തീരാറായിരിക്കും കേട്ടോ. ഒരു തരത്തിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അവസാനമായപ്പോൾ നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും. കാരണം ഇതിന് പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ വരയ്ക്കുന്നതേ ഉള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് പാറ്റേൺ? ഇഷ്ടമായോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി ഈസി കേട്ടോ. അപ്പോൾ അടുത്ത പാറ്റേൺ കണ്ടാലോ? അടുത്ത പാറ്റേൺ ചെയ്യാൻ പോകുന്നത് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സ് വരയ്ക്കും. ഫ്ലവേഴ്സിന് ഇപ്പം ഡെയ്സി ഫ്ലവർ വേണമെന്നോ ഏത് ഫ്ലവർ വേണം എടുക്കാം. ഞാനിപ്പം ജസ്റ്റ് ചുമ്മാ സിമ്പിളായിട്ട് നമ്മളെ കൊച്ചു പിള്ളേർ പോലും വരയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലവർ വരയ്ക്കുന്നുള്ളൂ. സൂര്യകാന്തി വരയ്ക്കാം, അല്ലെങ്കിൽ റോസ് വരയ്ക്കാം, ഡെയ്സി ഫ്ലവർ വരയ്ക്കാം, എന്ത് വേണമെങ്കിൽ തുലിപ്പ് വരയ്ക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം കേട്ടോ. നമ്മുടെ കുഞ്ഞു പിള്ളേർ പോലും ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൊച്ചിലത്തെ പോലും നമ്മുടെയുള്ള സ്ഥിരം ഫ്ലവർ അതാണ് വരച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം 3-4 ഫ്ലവർ ഇങ്ങനെ താഴെയും വലുതും ചെറുതുമായിട്ടൊക്കെ വരയ്ക്കുക. പിന്നെ അതിനെ ബ്രാഞ്ചസ്, അതായത് അതിൻ്റെ തണ്ടില്ലേ അത് വരയ്ക്കുന്ന പോലെ ഇങ്ങനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്നുള്ളൂ. താഴെ വരെ അതിൻ്റെ ലോങ് ആയിട്ടുള്ള അതിൻ്റെ സ്റ്റെം പോകുന്നതായിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് ലീഫുകൾ വരയ്ക്കുക. പിന്നെ അതിനെ ഈ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന പാറ്റേൺ നമ്മൾ കളർ അധികം കൊടുക്കുന്നില്ല. നമ്മൾ വെളിയിലാണ് നമ്മുടെ കളർ പരിപാടിയൊക്കെ. അകത്ത് ബ്ലാക്ക് കളർ കൊണ്ട് മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ വരയ്ക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ മെയിൻ ഇതൊരു കോൺട്രാസ്റ്റിംഗ് കളർ, അതായത് നമ്മൾ വെളിയിൽ നമ്മൾ കളറും അകത്ത് നമ്മുടെ അല്ലെങ്കിൽ രണ്ടും കളർ അടിച്ചാൽ നമ്മളൊരു ഒരു എന്താ ബ്ലാങ്ക് പോലെ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയതുപോലെ തോന്നും. അപ്പോൾ ഒരു എടുപ്പ് തോന്നാൻ വേണ്ടിയാണ് ഒരു ഭാഗം കളർ അടിക്കും, 3D ടൈപ്പ് തോന്നാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മളെല്ലാം കളറും ഫുള്ളായിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ പെയിൻറ്റിങ്ങിന് ഒരു എടുപ്പ് വരത്തില്ല. അപ്പോൾ ഒരു ഭാഗം മാത്രം കളർ ചെയ്യുന്നു, മറ്റേ ഭാഗം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മൾ വെറുതെ വിടുന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ള വരച്ചിട്ടുണ്ട്. ഇനി നമ്മളതിനെ ഞാൻ പറഞ്ഞ വെളിയിൽ നമ്മൾ പാറ്റേൺ വരയ്ക്കണം. അപ്പോൾ വെളിയിൽ നമ്മൾ ഇഷ്ടമുള്ള കളർ കൊണ്ട് നമ്മളിങ്ങനെ പാറ്റേൺ വരയ്ക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ പരിപാടിയും നമ്മുടെ ഇഷ്ടമായില്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ ഇതുപോലത്തെയൊക്കെ പാറ്റേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് നിങ്ങളെ അയച്ചു തരിക. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെയൊക്കെ ഡ്രോയിങ് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എല്ലാ പാറ്റേൺസും ഒന്ന് കണ്ടാലോ? അപ്പോൾ ഇതാണ് ബ്രെസ്റ്റോയുടെ ബുക്ക്. ഇത് ബ്രിസ്റ്റോ ഇത് നല്ലൊരു ബുക്കാണ്. ഇതിനകത്ത് ആൽക്കഹോൾ ബോർക്കറും ബ്രഷ് പെന്നും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നല്ല പറ്റിയ ബുക്കാണ് കേട്ടോ.